മഹാരാജ സക്സസ് ആയതിൻ്റെ ശേഷം ഒട്ടുമിക്ക ആളുകളും വിജയ് സേതുപതിനെ പ്രൈസ് ചെയ്യുന്നത് കണ്ടിരുന്നു. സോ ഈ വീഡിയോ എൻ്റയർലി അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. വിജയ് സേതുപതിക്ക് ഇപ്പോഴുള്ള പോപ്പുലാരിറ്റി ഒന്നും ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്തതും ഇഷ്ടപ്പെടാൻ തുടങ്ങിയതിൻ്റെ വൺ ഓഫ് ദ റീസൺസ് അദ്ദേഹത്തിൻ്റെ ഒരു ടൈമിലെ മൂവി സെലക്ഷൻസ് കൊണ്ട് തന്നെയായിരുന്നു. ഇരൈവി, സേതുപതി, കാതലും കടന്നു പോകും, നാണും റൗഡിദാൻ, ഇതുപോലെ പിന്നെയും ഒരു ലിസ്റ്റ് ഓഫ് ഗുഡ് ഫിലിംസ് ഉണ്ടായിരുന്നു. സോ ഇത്തരം സെലക്ഷൻസ് വിജയ് എന്ന ആക്ടറിൻ്റെ ഓഡിയൻസ് ഡെവലപ്മെൻറ്റിൽ ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട്. വിക്രം വേദ പോലെയുള്ള സിനിമയിലും വലിയ ബ്രേക്ക് ത്രൂ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനു മുമ്പും നല്ല സെലക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. വിജയ് സേതുപതി ഭയങ്കരമായിട്ട് മാറിപ്പോയതിൻ്റെ റീസൺ ഈ ഒരൊറ്റ സിനിമയാണ്, ഗോകുലിൻ്റെ ഡയറക്ഷനിൽ വന്ന ജുങ്ക. വിജയ് സേതുപതിയുടെ സോളോ സിനിമകളിൽ ബഡ്ജറ്റ് കൂടിയ ഒരു സിനിമയായിരുന്നു ജുങ്ക. ഈ സിനിമയുടെ ആശയം അത്യാവശ്യം കൊള്ളാമായിരുന്നു. സകലമാന ഡോൺ സിനിമകളും സ്പൂഫ് ചെയ്യുന്നതായിരുന്നു ഈ സിനിമയുടെ പ്രൈമറി മോട്ടീവ്. ഒരു ടൈം വരെ ഓക്കെ ആയിരുന്നു, പക്ഷെ ഫോറിൻ ലൊക്കേഷനിൽ പോയിട്ടുള്ള പോർഷൻസ് മുതൽ ഈ സിനിമ ഒരു ലെറ്റ് ഡൗൺ ആയിട്ട് മാറി. ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്കൊപ്പം തിയേറ്ററിക്കലും നല്ല ഫ്ലോപ്പായിരുന്നു. റൈറ്റ്സ് പോലും റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതും വിജയ് സേതുപതിയാണ്. മേൽപ്പറഞ്ഞ സിനിമയുടെ കാരണമാണ് വിജയ് മൾട്ടി സ്റ്റാർ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഡെപ്റ്റ് ക്ലിയറൻസിൻ്റെ പേരിലാണ് ഇത്തരം പ്രൊജക്റ്റുകളിൽ ഭാഗമായത് എന്നൊക്കെ. ആദ്യമൊക്കെ രസമുണ്ടായിരുന്നു. ചെക്കച്ചിവന്തവാനം, പേട്ട, മാസ്റ്ററിലൊക്കെ വന്നപ്പോൾ അതൊക്കെ ഒരു ഫ്രഷ്നെസ് തന്നിരുന്നു. പിന്നെയും റിപ്പീറ്റേറ്റീവായിട്ട് പല സിനിമകളിലും വില്ലനായി കണ്ടപ്പോൾ വല്ലാതെ ഇൻട്രസ്റ്റ് ചെയ്തിട്ടില്ല. വിക്രമിലും ജവാനിലും പെർഫോമൻസൊക്കെ രസമാണ്, പക്ഷെ പിന്നെയും വില്ലനായി കാണുമ്പോൾ ഒരു ടൈപ്പ് കാസ്റ്റായി മാറി തോന്നിയിരുന്നു എന്നതൊരു പ്രോബ്ലമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. മൾട്ടി സ്റ്റാറേഴ്സ് ചെയ്യുന്നതിൽ ഒരു റീസൺ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് സോളോ ഫിലിംസ് ഇത്രയും മോശമായി എന്നതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതും ഫിലിം ചോയ്സുകളിൽ അത്രയും സെലക്റ്റീവ് ആയിരുന്ന ഒരു ആക്ടർ ഇങ്ങനത്തെ ഒരു ഡൗൺഗ്രേഡ് രീതിയിലോട്ട് പോയത് എന്തുകൊണ്ടാണ് എന്നത് ഒരു ചോദ്യമായിരുന്നു. ഇതിന് വിജയ്സ് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനൊരു മറുപടി നൽകിയിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഒരു പ്രൊജക്റ്റ് തരുമ്പോൾ അതിനോട് നോ പറയാൻ പറ്റാത്ത കാരണമാണ് ഇത്തരം സിനിമകൾ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. റീസെൻ്റ്ലി സെലക്ഷൻസും മോശമായിരുന്ന വിജയ് സേതുപതി കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ ഫിലിം ചെയ്തതായിട്ട് തോന്നിയത് മേരി ക്രിസ്മസ് ആണ്. ആവറേജ് ആയിരുന്നു എനിക്ക്, പക്ഷേ അവസാനം കുറച്ച് മെറ്റീരിയൽസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭേദമായിരുന്നു. എന്നാൽ വിജയ് സേതുപതി അടുത്ത സിനിമയിൽ ഇതിലും ഫോമായിട്ട് വന്നു. കാരണം മഹാരാജ റൂട്ടീൻ സെറ്റപ്പിൽ നിൽക്കുന്ന കാര്യങ്ങൾ നരേഷൻ കൊണ്ട് നല്ല ചേഞ്ച് വരുത്തിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സേതുപതി സിനിമകൾക്ക് ഓഡിയൻസ് ഇല്ല എന്ന നിലയിൽ നിന്ന് ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റ്സിലോട്ട് പോകുന്ന ഒരു സിനിമയുമായിട്ട് അദ്ദേഹം കംബാക്ക് നടത്തി. മഹാരാജ എന്ന സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.